ഈ എണ്ണയൊക്കെ എവിടെ എണ്ണ ഇട്ടൊക്കെയാണ് വിരൽ നോക്കിയാണ് കോച്ചി പിടിച്ചോണ്ടിരിക്കുന്നത്. നല്ല സുഖം, എനിക്കിതാ ഇങ്ങനെ നല്ല ഒരു സുഖമുണ്ട്. ഈ പച്ചക്കറി കൃഷി ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. നാടൻ പണിക്കൊന്നും ഒരാളെയും കിട്ടാനില്ല. നമുക്ക് ക്ഷീരകൃഷി തുടങ്ങിയാലോ? ക്ഷീരം, പാൽ. പണ്ട് മാവേലി തറയിലേ ഒരു തൊഴുത്തുണ്ടായിരുന്നു. അതിൽ നിറയെ പശുക്കളായിരുന്നു. നേരം വെളിച്ചായ സുന്ദരികളായ പെണ്ണുങ്ങൾ ഇങ്ങനെ പാല് വാങ്ങാൻ ക്യൂ നിൽക്കും അല്ലേ? പാല് വാങ്ങിക്കാൻ മാത്രോ? മോരങ്ങോട്ട് കടഞ്ഞെടുത്താൽ ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുക്കുക. 10 പൈസ വാങ്ങിക്കത്തില്ലായിരുന്നു. നമ്മളവിടെ കൊണ്ട് ചെട്ടിയാരോട് പാലിടായിരുന്നു അമ്മ. നമ്മുടെ വീട്ടില് എന്റെ അച്ഛന്റെ വീട്ടിലെ പാല് വാങ്ങണം. എന്റെ വീട്ടിൽ അങ്ങനെയല്ല, പാലോട് പാലാ. നേരത്തിൽ നിറയെ പശുവും കാളയും പോത്തും എന്റെ പൊന്നെ വയലുഴുവാനും 4 പോത്തുണ്ടായിരുന്നു. കൃഷിയൊക്കെ നമ്മൾ തന്നെ കന്നുകൂട്ടാൻ 2 ആൾക്കാരെ നിർത്തിക്കായിരുന്നു. ട്രാക്ടർ അല്ലേ? അല്ല നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എടി പോയൊരു ചായ എടുത്തോണ്ട് കൊടുക്ക. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ ആ മറ്റേ തെയ്യ് വെക്കണ നേരത്ത് പറഞ്ഞതാ ഒരു ചായ അങ്ങോട്ട് എടുക്കും. മറന്നുപോയി. വർത്താനം കേട്ടോണ്ടിരിക്കാം. ഒരു 2 പശുവിനോട് വാങ്ങിയാലോ? ആര് നോക്കും? അതാണ് അത് ക്ലീറ്റസ് നോക്കൂലോ. അവനൊരു പണി കൂലിയില്ലാണ്ട് നടക്കില്ല, എന്തേലും കൊടുക്കണം. 2 പശുവിനെ നോക്കും, പക്ഷെ ആ കാളെ ആര് നോക്കും? കേക്കണ്ട. ചായ ഇട്ടേ ഒരു കണക്കിന് ചുമ്മാ. 24 മണിക്കൂറും പടം വരെ മാത്രമേ ഉള്ളൂ. അതൊക്കെ പിന്നെ ചിത്രകാരിയാക്കാൻ വേണ്ടിയല്ല ഈ പഠിപ്പിക്കണത്. പോയി അകത്ത് വരുന്ന എന്തെങ്കിലും പഠിക്കാണ്ടേ പഠിക്കിപ്പോ. അതൊക്കെ എടുത്തല്ലോ പോയെ. ഭയങ്കര ചൂടാണേ. എന്തെങ്ങനെ ഇത് മനുഷ്യനെ കുടിക്കണം? അപ്പൊ ആറ്റിട്ട് ചൂടാറിട്ട് കൊടുത്താ പോരെ? ചൂടല്ലേ ഇഷ്ടം? ചൂടാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുടിക്കേണ്ടത്. ഇനിയിപ്പോ ഊതി കുടി. ചുമ പൊടി നോക്കണത് എന്ത് ചൂടാത്. ഒരു ഗ്ലാസ് എടുത്തോ അല്ലേ? എനിക്ക് വേണ്ട. ഒരു മനുഷ്യനെ കുടിക്കാൻ തരത്തില് വേണം തരാൻ. ഇങ്ങനെ ചായ തരാ അമ്മാവാ. ഞാനേ മറ്റേ അന്ന് നമ്മളൊരു ആഞ്ഞില് പോയി നോക്കിയല്ലോ. മറ്റേ ആഞ്ഞില് മറ്റേ ഫിലിപ്പോസ് സാറിന്റെ വീട്ടിൽ നിന്ന് ഒരു ആഞ്ഞില് നമ്മൾ നോക്കിയില്ലേ? ആഞ്ഞില് അമ്മാവ നോക്കിയിട്ട് കുറെ അഭിപ്രായമൊക്കെ പറഞ്ഞു. നമുക്ക് നല്ല ഇതുള്ളതാണ്, ഗുണമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ആ ആഞ്ഞില് ഇപ്പൊ ഏതാണ്ട് റെഡി ആയി. നമുക്ക് എത്ര രൂപയ്ക്ക് എടുക്കാം? നല്ല സാധനമാണ്, നാടനാണ്. ചോറ് കഴിക്കണതിന് മുമ്പ് ഒരു ചെറുത് നാടൻ ആഞ്ഞിലാണേ. കനകനെ കൂടി വിളിക്കാം. അതിപ്പം അതിനുള്ള സാധനമില്ല. എനിക്ക് അമ്മാവനും കൂടെ ചെറിയൊരു ഉറുമ്പ് കടിക്കുള്ളതേ ഉള്ളൂ. അതല്ല, അത് അവനും കൂടി ഉണ്ടായിക്കോട്ടെ. ഉള്ളത് 3 ആൾ കൂടി ഒരുപോലെ കഴിക്കാലോ. അവന് വെള്ളം ഒഴിക്കാതെ അടിക്കാം. വെള്ളം ചേർത്ത് കഴിക്കാന്ന് വെച്ചിരുന്നാണ്. അപ്പം കട്ടിക്കങ്ങ് വിളിക്കുക. അവനെ വിളിക്കുക. കനക, ഞാന് ഒരു ആഞ്ഞിലി അന്വേഷിച്ചിരുന്നു. ഞാനേ അത് അന്ന് വില കൊണ്ട് ഒത്തില്ല. ഇന്നിപ്പോ ക്ലീറ്റസ് അത് കച്ചവടാക്കാന്ന് പറയുന്നുണ്ട്. ഒന്ന് സഹായത്തിന് വരാം. നമ്മളില്ലേ നാടനാളിയാ. നാടൻ ആഞ്ഞിലാണ്. നാടായി നല്ല ഉപയോഗമുള്ള ആഞ്ഞിലാണ്. നോക്ക് നീയും കൂടെ ചെല്ല്. അത് തന്നെ ആഞ്ഞിലായിരുന്ന ഒഴിവുള്ള ദിവസമല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ എനിക്ക്? അല്ല ഞാൻ വിചാരിച്ച തടി നല്ല തടിയാ. തടിക്കും നല്ലതാ. സാൻകുട്ടി എന്ന് പറയണം. നല്ല ഉഗ്രം മാറ്റാം. 3 ആൾ കൂടി അതല്ലേ ഒരു കാര്യം ചെയ്യും. നടക്ക്. എവിടെ? കൊച്ചില്ലേ അതുമില്ല. അമ്മ അമ്മയ്ക്കൂല. അമ്മ അറിയാല്ലേ, ഇനി പിന്നെ എല്ലാത്തിനും ഓടിച്ചിട്ടടിക്കും. പെമ്പർ നോക്കി വരെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷേ ഈ അമ്മയും തക്കളിയും വലിയ കുഴപ്പമായിട്ടാണ്. തക്കളി ഇപ്പൊ വരെ ആ ഫാസലിന്റെ വീട്ടിനടുത്ത് ഒരു ചെറിയ വീട് ഒഴിഞ്ഞിടപ്പോ ചുമ്മാ ഇരയുടെ കളിയാ. ഇപ്പൊ തന്നെ നമുക്ക് 2 ആൾക്കുള്ള തന്നെയാണ് 3 ആക്കിയത്. ഇനി 4 ആക്കാനില്ല. അത് നടക്കില്ല. വേറെ എന്തെങ്കിലും നോക്ക്. ഇവര് 2 പേരെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്. തക്കളി പറഞ്ഞ ഹംസയുടെ വിട്ടല്ല സാധനം മേടിക്കാൻ. അവളിപ്പോ പോയിട്ട് ഇപ്പൊ വരില്ലേ? അത് നടക്കൂല. കുറച്ച് സമയമൊക്കെ വേണം. സമാധാനമായിട്ടിരുന്ന് ആദ്യം കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. മതിയാക്കിനടാ, പോയി മരം നോക്കി എങ്ങനെയുണ്ടെന്ന്. അല്ല അമ്മ, അത് വിലയുടെ ഒരു ധാരണ ആവുന്നുണ്ട്. ആയി പറഞ്ഞേ ഉള്ളൂ. അബദ്ധത്തിൽ ചെന്ന് ചാടരുതല്ലോ. അതെ അബദ്ധത്തിൽ ചാടണ്ട. മരം നോക്കാൻ പറഞ്ഞില്ലേ? ആ പടിഞ്ഞാറപ്പുറത്തുള്ള മാവില്ലേ, അതിന്റെ ചോട്ട് പോയിരുന്ന് അടിക്കാൻ.
ഷീറ്റ് കളിക്കാണ് ഒഴിവ് ദിവസം, ഷീറ്റ് കളിക്കാനാന്ന് പറഞ്ഞാൽ പോരെ. ഇപ്പൊ തക്കളി എങ്ങനെ വന്നാലും വലിയൊരു ഷീറ്റ് കളിക്കാനോട്ടാ കടന്നു പോകുന്നു പറയാലോ. അപ്പൊ ഗ്ലാസ് വേണ്ടേ? ആ നീ ഒരു കാര്യം ചെയ്യാം, 2 ഗ്ലാസ് ഒരു ഗ്ലാസ് കുടിക്കണോ? പിന്നെ ആ ഗ്ലാസ് വേണമെങ്കിൽ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഞാൻ എടുത്തോണ്ടിരാം. ഞാൻ നിങ്ങളെ നീ പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് 2 എടുക്കാൻ പറ്റുള്ളൂ, ഒരെണ്ണം ഞാൻ എടുക്കാം. എടുക്ക്. നടക്ക്, പൊയ്ക്കോ. ഞാൻ വരാം, പൊയ്ക്കോ. ഞാൻ ടേപ്പ് എടുക്കട്ടെ. നമ്മുടെ ആ പ്ലാവിന്റെ അത്രയും വലിപ്പമുള്ള ആഞ്ഞിലാണോ എന്നുള്ളതൊന്ന് നമുക്ക് അളന്ന് നോക്കിയാലേ ഒരു ധാരണ കിട്ടും. ഞാൻ ടേപ്പ് എടുത്തിട്ട് അങ്ങോട്ട് വരാം. മൂന്നുപേരും കൂടെ വഴക്ക് കൂടരുത് അവസാനം. കൂട്ട് ബിസിനസ് ആണ്. ഭയങ്കര ചൂട് തന്നെ. അല്ല കനക, നമ്മളാ മരം മേടിക്കുമ്പോഴേ അതിനെന്താ അറിയോ? ആഞ്ഞിലി അറിഞ്ഞൂടെ? എടിയേ, ഇതാണ് അയണി. ആഞ്ഞിലി കുഞ്ഞു ചക്കയുള്ള എന്ത് ടേസ്റ്റ് ആണ്. അയ്യോ, ആ ചക്കയ്ക്കും അത് തന്നെ, കുരു വറുത്താലും അത് തന്നെ എന്തോ ഒരു രുചിയാണ്. കനക, ആ പടിഞ്ഞാറപ്പുറത്തുള്ള മാവില്ലടാ, ആ മാവ് അതിന്റെ വണ്ണുണ്ടാവും. എന്ത് വില വരുന്നു നമുക്ക് മേടിക്കാൻ നോക്കാം. ഒന്ന് വന്നാ ആ മാവിന്റെ അങ്ങോട്ട് പോ. അത് ചൂടാറി പിന്നെ കുടിക്കാം. പ്ലാവിനും അയണിക്കും 2 വിലയാ എങ്ങനെ ഇരുന്നാലും. തീരെ വയ്യ. പോസ്റ്റ് കേറി എന്റെ ചെറുക്കൻ ഊപ്പാടാണ്. ഇതിനകത്ത് പച്ച നൂലെന്തേ? ഓ അതെ, ഞാൻ കളിക്ക് കുറച്ചത് അത് ഫുൾ നൂലുരുന്തു നേരത്തെ കളഞ്ഞു. ഒറ്റ വീക്ക് തരാ വേണ്ടത് കേട്ടോ. ഞാൻ ഇത് തയ്ച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും? വേറെ പച്ചനൂലുണ്ടല്ലോ പുതിയത്. ഉണ്ടോ? ഇല്ലേ? ചേർന്ന് ഒരു നൂലും ഇല്ലാതെയുമേ ഞാൻ എന്തിട്ട് തയ്ച്ചു കൊടുക്കും? അമ്മ, ആ ഒരു കൊച്ചു കുട്ടിയുള്ള ഈ സ്റ്റിച്ചിങ് മെഷീൻ കിട്ടോ? എന്തിനാണാവോ? അല്ല, അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തച്ച് കഷ്ടപ്പെടുന്ന കാണുമ്പോഴേ എനിക്ക് വിഷമവും. ഇപ്പൊ ഞാനും തച്ച് സഹായിച്ച അമ്മയ്ക്കൊരു സഹായമാവില്ലേ? ഭയങ്കര സഹായമാവും. എൻ്റെ മോളിപ്പോൾ കൂടുതൽ സഹായിക്കണ്ട, പഠിച്ചൊന്ന് സഹായിച്ചാൽ മതി. സഹായിക്കാന്ന് അതും കുറ്റം. എൻ്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഡാഡീനെ പോയെന്ന് വിളിച്ചിട്ടുണ്ടോ നേടി വെച്ചേ? എനിക്ക് വയ്യ, ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യല്ലേ. നിനക്ക് തയ്ക്കാനൊക്കെ ഇഷ്ടമാണല്ലോ. തയ്ക്കണ പോലെയാണ് അമ്മ അത്രയും നേരം നടന്ന് കണ്ടുപിടിക്കാൻ. അയ്യോ, തയ്ക്കണമെങ്കിൽ ചുമ്മാ ഒന്ന് ചവിട്ടിയാ പോരെ. ആണോ? ഇത് ഭയങ്കര മലമറിക്കണ പണിയാണല്ലോ. ചെന്നൊന്ന് വിളിച്ചിട്ട് വാ കുഞ്ഞേ. എനിക്ക് വയ്യ. ക്ലീറ്റ, ക്ലീറ്റ, അമ്മ, അമ്മ. ആ ക്ലീറ്റനെ വിളിച്ചേ. ക്ലീറ്റസ് ഇവിടെ ഇരിക്കുന്ന അതാണ്ട് അവര് 3 പേരും കൂടെ അതുകൊണ്ട് പറമ്പിലോട്ട് പോയി. ഏത് 3 പേരും കൂടി? കനകനും ക്ലീറ്റസും ചെറുക്കനും കൂടെ. ഏത് ചെറുക്കൻ? അഴകേ. എന്തിനിപ്പോ അങ്ങോട്ട് പോയത്? അയ്യോ, അവര് ഗൗരവമുള്ള ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ്. എന്തോരാ തടിക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാൻ. ആഞ്ഞിലി എവിടെ കണ്ടു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാവ് ഒന്ന് നോക്കി വില മതിക്കണം. അതുപോലെ അത്ര വണ്ണമുള്ളൊരു തടിയാണെന്ന്. അപ്പൊ വില മതിക്കാൻ പോയിരിക്കുക. ഓ, എന്തോന്നിനടി അന്വേഷിക്കുന്നത്? ഇപ്പം നൂല് തീർന്നു പോയി. നീ വൈകുന്നേരം കൊടുക്കേണ്ട ബ്ലൗസാ. തീരുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന് പല പല കാര്യങ്ങളുള്ളതാ. മുട്ടി നിൽക്കുമ്പോഴാ പറമ്പ് അന്വേഷിക്കുന്നത്. ഞാൻ പോയി നോക്കട്ടെ. അതെ, പത്തനാപുരത്തെ ഞാനൊരു പെണ്ണ് കാണാൻ പോയി. നല്ല മാലാക പോലത്തെ ഒരു പെണ്ണ്, ഇങ്ങനെ തിളങ്ങും. കല്യാണം നടക്കുന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നതാ. അപ്പോഴേക്കും എൻ്റെ തന്ത മുടക്കി. എൻ്റെ ജീവിതം മുഴുവൻ കുട്ടിച്ചോറാക്കി. അതെ, ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവുകയാണ്. അതിനിടയ്ക്ക് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം ഇപ്പോൾ പറയണേ? എടാ, മദ്യം കഴിക്കണതിൻ്റെ മുമ്പ് ഒരു മനോവിഷമുള്ളത് നല്ലതാ. എന്നാലാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അനുഭൂതി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് അടിക്കുമ്പോൾ കൂടും. ഒരു കാരണമില്ലെങ്കിൽ ഒരു കാര്യമില്ല. മറ്റേത് ഇത് കഴിച്ചു കഴിയുമ്പോൾ ആ വിഷമം ഇങ്ങനെ തേട്ടി വരുമ്പോണ്ടല്ലോ, ആ ദിവസം പോണറിയില്ല. അല്ല, അതിനുവേണ്ടി വിഷമിക്കാനുള്ള സാധനമല്ല, ആൾക്ക് ഓരോന്നിനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം ഹീറ്റ് ആയിരിക്കുമ്പോൾ പെട്ടെന്ന് കയറും. പിന്നെ ഈ വിഷമം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതെ, അമ്മാവന്റെ കൈ ഒന്ന് ഇങ്ങനെ വെച്ചാൽ കൈ ഒന്ന് അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. എടാ, അതൊക്കെ ബോട്ടിൽ ഇത് നീ അടച്ചു വെച്ചല്ലേ? അത് കുപ്പിക്കാണ് വേണ്ടത്. അങ്ങനെയല്ല, എന്ത് മാങ്ങയായാലും ഞാൻ നേരത്തെ ഇരുന്നത് ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോ നല്ല സുഖം.
ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കണത്? അറിഞ്ഞോളാം ഒരു രീതിയിലും മനുഷ്യനും എന്ത് തങ്കം വാ എന്താ ഇവിടെ പരിപാടി? ഇവിടെ ഇവിടെ എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ ഞങ്ങളിങ്ങനെ ഒഴിവല്ലേ? ഇതല്ലേ ആഞ്ഞൽ അല്ല, ഇതുപോലത്തെ ആഞ്ഞിലി മരത്തിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. മാവ് ഇതുപോലൊരു വളമുണ്ട് ആ ആഞ്ചലിനും. അതാണ് അപ്പൊ നമുക്ക് ഇത് കട്ടിലിന് പറ്റില്ല, കാരണം കട്ടിൽ വളഞ്ഞു. അതെ, നമ്മളാ കടവും പറ്റില്ല, കടവും വളഞ്ഞു. അല്ല, ഇത് കുറച്ച് ഇതേമാതിരില്ല, നീളമുണ്ട്, ആറടിക്ക് മുറിക്കാൻ പറ്റും. ഇത്രല്ലേ ഉള്ളൂ. ആ അതല്ല, ഞാൻ അതിന്റെ ആകൃതി പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഇവിടെ എന്താ വല്ല സദ്യ ഉണ്ടോ? ഇലയൊക്കെ ഇട്ടിരിക്കുന്നു. ചീട്ട് കളിക്കാൻ പോകുന്നു. അതെ, ചീട്ടിടാൻ വേണ്ടി. എന്താ ചീട്ടിടാനേ ഇല. ചീട്ട് എവിടെ? ചീട്ട് അല്ല, ചീട്ടല്ലേ ഫാസിന് മേടിക്കാൻ പറഞ്ഞു. ആ ഫാസിൽ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അവനെ കാത്തിരിക്കാം. ഫാസിനെ വിളിച്ചോക്ക്. അല്ല നീ എന്ത് തങ്കം നിനക്കെന്താ, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇപ്പൊ കാര്യം നിനക്കെന്താ വേണ്ട? എനിക്കൊരു നൂല് വേണം. അതിന് വീട്ടുകാരെ കാണാൻ വന്ന്. ഇതെന്ത് പട്ടുന്നൊരു പുഴുവാ? ഇങ്ങോട്ട് വന്ന് എനിക്ക് നൂല് മേടിച്ചു തരാൻ. നീ പറഞ്ഞു വിട്, അവള് മേടിക്കില്ലേ? അല്ല വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. നീ ചീട്ട് കളിക്കാൻ പോണോ? നീ നിങ്ങക്ക് വീട്ടിൽ വന്നിരുന്ന് ചീട്ട് കളിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അത് പറ്റില്ല, വീട്ടിലെ പറ്റില്ല. കാരണം തക്കിളിമോള് വളർന്നു വരികയാണ്. ഷീട്ട് കളി അവള് കാണാൻ പാടില്ല. കുട്ടികളുടെ വെച്ച് നമ്മള് മാത്രമല്ല വീട് മുടിഞ്ഞു പോകും. ഇനിയിപ്പോ എന്തോന്ന് മുടിയാൻ? അത് നിങ്ങളുടെ വീട്, ഞങ്ങളെ വീടിന് ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ട്. അമ്മേനോട് ഓരോ കള്ളത്തരവും പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് വേറെന്തോ ആണ് നിങ്ങള്, കേട്ടോ? ഒരു ആഞ്ഞിലിയുടെ ഇതല്ലേ പറഞ്ഞ ഒരു കാര്യം. നമ്മള് വളരെ മുഖത്ത് കള്ളത്തരം. മാന്യമായിട്ട് നമ്മൾ മൂന്നുപേരുടെ ഒത്തൊരുമയോടെ ഇരിക്കുന്ന നിനക്ക് സഹിക്കുന്നില്ലല്ലേ? നമ്മളെപ്പോഴും വഴക്കൂടണല്ലേ? അതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം. നിങ്ങൾക്ക് അമിതമായ സ്നേഹം കാണുമ്പോഴാണ് എനിക്ക് സംശയം, കേട്ടോ? ശരിയാക്കി തരാം. നീ അമിതമായി നമ്മളെ സംരക്ഷിക്കേണ്ടത്. ഞാൻ അമ്മേനോട് പറയട്ടെ. ഇല്ലാത്ത സാധനം. നമ്മൾ വഴക്കൂടെയും ഉടക്കുകയും ചെയ്യണത് കണ്ട് ഹരം കാണുന്ന ഒരു ഭാര്യ. ചിത്രം ചിത്രം മണിച്ചിത്ര താഴ് അത് തന്നെ. താഴ്. അപ്പൊ ഞാനും സമയമുണ്ടല്ലോ അല്ലേ മോക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കരുതടി. ആ ക്ലീറ്റോനെ ഒന്ന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവക്ക് പറ്റൂലായിരുന്നു. ഇതിനൊക്കെ സമയമുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എവിടെയാന്ന് കാര്യം. കാറ്റിന്റെ കീഴിൽ അവളി വന്ന് കയറണം. അമ്മ എന്താ പറഞ്ഞത്? പ്ലാവ് മുറിച്ചു വിട്ടിട്ട്? പ്ലാവ് മുറിക്കുന്നല്ല, അവിടെ എങ്ങാണ്ട് ഒരു ആഞ്ഞിലി നിൽക്കുന്ന നമ്മുടെ പ്ലാവിന്റെ അത്ര വണ്ണം ഉണ്ടെന്ന്. അപ്പം അതിന്റെ വില ഒന്ന് നിശ്ചയിക്കാൻ പ്ലാവ് നോക്കാൻ പോയതാണ്. ഇപ്പൊ നോക്കി അതിന്റെ വിലയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വട്ടാണ് അമ്മയ്ക്ക്. എന്ത്? എന്റെ അമ്മേനെ പറ്റിച്ചത്. അതുങ്ങൾ അവിടെ പോയി വെറുതെ ഇരിക്കുകയാണ്. ചീട്ട് കളിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഫാസിലും വരും. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ചീത്ത പറയും. അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് പോയി നോക്കുക തന്നെ ചെയ്യും. എന്റെ അടുത്ത് പറഞ്ഞതിനൊരു വില വേണമല്ലേ? ഞാനും പോവാം. വാ, മക്കളും കൂടെ വാ. നീ ഇങ്ങോട്ട് വാ, എനിക്ക് നൂല് മേടിക്കണം. നമുക്ക് പോയി മേടിച്ചിട്ട് തരാം. ഇനി ഈ ഇരിക്കുന്ന 10 ഉടമസ്ഥന്. അതെന്ത് പള്ളിയിലെ അതൊന്നും പറ്റില്ല. ഉടമസ്ഥനല്ലേ ഞാൻ പോവാ. ഞാൻ ഒഴിക്കാണ്ട് ഒഴിവാക്കി. അങ്ങനെ ചാടരുത്. അതെ, ഇതിനൊക്കെ പണ്ടുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ചിരുന്നു. ഞാനൊക്കെ ബാർ പോയ അളവ് റെഡിയാവാൻ എന്താ അറിയോ? ഒരു തീപ്പെട്ടി എടുക്കും. എന്നിട്ട് ആ തീപ്പെട്ടി ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ആ അളവിൽ ആദ്യം ഒഴിക്കും. ഒന്നാമത്തെ. പിന്നെ അതിന് ചെരിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ അളവിന് ഒഴിക്കും. രണ്ടാമത്തെ. മൂന്നാമത്തെ ട്രിപ്പിന് ഇങ്ങനെ കടത്തി വെക്കും. എന്നിട്ട് അതിലൊഴിക്കും. അപ്പൊ എല്ലാവർക്കും ഒപ്പം. ശരിക്കും തോന്നുന്നത് അറിയാമോ? ഇത് ഏതോ ബുദ്ധിയുള്ള ചെയ്ത പണിയാ. ഒന്നാമത്തെ നമ്മൾ നേരെ നിൽക്കും, രണ്ടാമത്തെ ചെറുതായിട്ട് ചരിയും, മൂന്നാമത്തെ കിടക്കും. ഇവിടെ ഇപ്പൊ കിടക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, തൊണ്ട നിപ്പനേ ഉള്ളു. ഓരോന്ന് ഇപ്പൊ അല്ലടാ, ഇത് എന്തായാലും ഈ സാധനം കഴിക്കാന്ന് പറയുമ്പോ ടച്ചിങ്സ് വേണ്ടടാ. കഴിക്കാൻ പറ്റില്ലേ? ടച്ചിങ്സ് എന്തെങ്കിലും അതുകൊണ്ട് എടുത്തുകൂടായിരുന്നു. അവിടെ ഇച്ചിരി അച്ചാർ, നല്ല അച്ചാർ ഉണ്ടായിരുന്ന ഗ്ലാസ് തന്നെ എടുത്തു വരാൻ പറ്റാ പാട് നമുക്ക്. അവള് ഇനി പോയി എന്തൊക്കെ പറഞ്ഞോട്ടെന്ന് അറിഞ്ഞൂടാ. മാങ്ങ നീ ഒരു കാര്യം ചെയ്താ, ആ മാഞ്ചിയത്തിന്റെ അടുത്തേ കണ്ട ഒരു പേരമരം കണ്ട, അതൊരു 3-4 പേരൊക്കെ പിടിച്ചിട്ടു. ഫ്രൂട്ട്സ് നല്ലതാ. അതെ, കാരണം ഇത് കശുവണ്ടിയല്ലേ. ചേരുമ്പോ ക്ഷമയില്ല. എന്തെന്ന് മുള്ളൊന്നും അല്ല, ഈ കല്ലിൽ തടന്നിട്ടാ. ചെരുപ്പിട്ടുണ്ട് കിടക്കാൻ പറഞ്ഞാൽ നീ കേൾക്കത്തില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവിടെ കാണും? ഇതാ പോരായിരുന്നു. എന്തിനാ ചാടിക്കറി എന്റെ കൂടെ വന്നത്? ദേഷ്യപ്പെടില്ലേ? അപ്പടി മുള്ള പേരയിലെ മുള്ളോ? അമ്മാവ ഈ പേരയിൽ താണ്ട ഈ മുള്ളം കൊല്ലി മുള്ളു ചുറ്റി കിടക്കുക. ഒരാളുകൂടെ ഇങ്ങോട്ട് വന്നേ. ഇവനെ കൊണ്ട് ഞാൻ പോരാ. പോരാന്ന് ഒന്ന് അനങ്ങി വാ അമ്മാവ ഇങ്ങോട്ട്. ഇത് മൂന്നും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് എല്ലാത്തിനും അത് തന്നെ.
അതൊന്ന് പിടിക്കുക, നിങ്ങോട്ട് ചായക്ക് ഇത് ഒന്ന് പിടിച്ചേ. അമ്മോ കളിക്കല്ലേ, മുള്ളു 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 മുള്ളു. അമ്മാവാ ക്ലീറ്റോ അടി വെച്ച് എന്തും മോനെ നീ വല്ലാതിരിക്കുന്നത്? മറ്റൊരു രണ്ടുപേരും എവിടെ? മക്കളെ അവരെവിടെ? എനിക്ക് വയ്യ മക്കളെ, പരിഹാരം ഉണ്ടാക്കാം. പ്ലാവ് വാങ്ങിക്കാൻ പൈസ തികഞ്ഞില്ലേ? എനിക്കൊന്നും വയ്യ. അവരെവിടെ? ഇങ്ങോട്ട് വാടാ. എന്റെ കൊച്ചു കരയുന്ന എന്തോന്നിന്? എന്റെ മോൻ കരയുന്ന എന്തോന്നിന്? അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാ? പിന്നെ പിന്നെ ആ അല്ല അത് ചേച്ചിയെ ഒരു 2-3 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു പ്രശ്നമില്ല, 3 പ്രശ്നം കൂടെ അവൻ ഒറ്റയ്ക്ക് അങ്ങ് പരിഹരിച്ച്. നിങ്ങളാ? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് പ്രശ്നക്കാരല്ലല്ലോ. ആ പരിഹരിച്ചതിന്റെ സന്തോഷത്തിലുള്ള കരച്ചിലാണ്. അയ്യോ ചേച്ചിയുടെ പൊക്ക ഞങ്ങൾ കൊണ്ടുവരാം, കരയാതെ. കൈ കുഴഞ്ഞു കാൽ കുഴഞ്ഞു നീ വരുന്ന നേരം സമ്മാനമായി ഞാൻ നിനക്കൊരു അമ്പൽ പേരയ്ക്ക് തരാം. ഇതെന്തായി കാണിക്കണേന്ന് ഒന്നും അറിയാത്തൊരു ചെറുക്കനെ കൊണ്ടുപോയിട്ട് രാവിലെ എന്നെ കുടിപ്പിച്ചിട്ട് കേടാ വിളിച്ചോ. മര്യാദക്ക് ഇവിടെ ഇരുന്നതാ, വിളിച്ചോണ്ട് പോയതല്ലേ വീട്ടോ ചേട്ടൻ? എന്റെ പൊന്നുമോളെ ജയന്തി, നിന്നാണ് കർത്താവിനാണ്, തക്കളി മോളാണ്, തങ്കത്തിനാണ്, നിന്നാണ് ഞാൻ. ആ എന്റെ തല പൊട്ടി തെറിച്ചു പോട്ടെ, അല്ലെങ്കിൽ തന്നെ തലവേദന ഒഴിഞ്ഞ നേരമില്ല. മണം വരാതിരിക്കാണ് വേറെ എന്തെങ്കിലും സാധനം എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ആരാ ബിരുദന്മാര്? ഈ കാണിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങളുടെ പാർട്ടിയോടും നിങ്ങളുടെ കുടുംബത്തോടും കാണിച്ചായിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു. വളരെ കറക്റ്റ്. എടാ മനുഷ്യ, ബാക്കിയുള്ളവനെ ഏട്ടോ ഒന്നും ഉണ്ടായിരുന്നേ, ഇവിടെ കൊച്ചു നിൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് പോടാ. എഴുന്നേറ്റ് പോ, അല്ലെങ്കിൽ നാട്ടുകാർ പറയണ്ടേ ലൈൻമാൻ മലന്നടിച്ച് മുറ്റത്ത് കിടക്കണെന്ന്. അമ്മ ഇത് കണ്ട ഇവൻ കാണിക്കണത് എഴുന്നേറ്റ് പോവാൻ പറയാൻ. ആ അവൻ പാട്ടും കൂത്തോട്ട് അങ്ങനെ നടക്കട്ടെ. അവന് വല്ല വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ ഇത് കാണിക്കുമായിരുന്നാ? ഒരു പെറ്റാളേ ഉണ്ട്. അല്ല അവനെ മാത്രം പറയണ്ടല്ലോ, ഇവിടെ എനിക്ക് ഇവിടെ പറഞ്ഞാലെന്ന് പറഞ്ഞ ഒരുത്തൻ കയറി വന്നതായിരിക്കും. ഓ എൻ്റെ ദൈവമേ, അവൻ്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞ് എടാ ഒരു പെണ്ണ് കെട്ടടാന്ന് കേൾക്കൂല. എവിടെ പോയാലും അവന് പിടിക്കത്തില്ല. അവന് ഉർവശി മേനകരെ 10 കിലോത്തമ്മമാരെ വേണം. അല്ല പെണ്ണിട്ട് അടക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഉത്തരവാദിത്വം ഇല്ലല്ലോ. നടക്കട്ടെടാ നീ. അവന് മതി, ഞാനാണല്ലോ മകനും മരുവനൊക്കെ നടത്താക്കണത്. ഇനി അതുണ്ടാവില്ല. എന്താ പിണങ്ങി പോക്ക്? എങ്ങോട്ട് പോണേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോകും. എന്തിനാ? എനിക്കൊന്നും വയ്യ, ഞാൻ പോവാ. ഇവിടെ ബാക്കിയുള്ളവന്റെ മനസ്സ് കാണാൻ ആരും ഇല്ലല്ലോ. 100 വട്ടം പറഞ്ഞു ഞാൻ അവനും കഴിച്ചിട്ടില്ല എന്ന്. വിശ്വസിക്കില്ല അച്ഛാ? കേൾക്കില്ല അമ്മാവാ. ഇവിടെ ഇത് തന്നെയാണ്. ഇവിടെ എന്തിനേലും കൊള്ളരുതായ എവൻ കാണിച്ചാലും നമ്മളാണ് പേരുദോഷക്കാർ, നമ്മളാ. അടി കൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാം. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? എന്തിനാ എവിടേക്ക് അങ്ങോട്ട് പോയത്? എന്തിനാ? എടി ഞങ്ങള് ഷീട്ട് കളിക്കാന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ പോയി വട്ടണഞ്ഞിരിക്കാൻ പോയതല്ലേ. പറഞ്ഞാ പോയത്? അവര് ആഞ്ഞിലിന്റെ അളവൊന്നും നോക്കണം. മാവിന്റെ അളവ് നോക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ കനകം പറഞ്ഞു ഇന്ന് ഒഴിവല്ലേ അമ്മാവ, നമുക്ക് കുറച്ചു നേരം ഷീട്ട് കളിക്കാം. ഞാൻ നേരം പോക്കാണായിക്കോട്ടെ. അപ്പോഴേ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞു ആഞ്ഞില് നോക്കാൻ ഇവനെ കൂട്ടുണ്ടാന്ന്. ഇങ്ങനെയൊക്കെ ആവൂല്ലോ. അല്ല സാരമില്ല, എന്നാ ഒരു ഷീട്ട് കളിക്കാൻ ഇരിക്കാച്ചാ ഷീട്ടല്ലേ കളിക്കണ്ട്. ഇവ സാധനം എടുത്തിട്ട് വെച്ചു മദ്യം. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. സത്യം അത് ദേഷ്യം വന്നു. അമ്മ എന്നിട്ട് എന്നോട് പറയാൻ ചെയ്തേ, ഇത്രയല്ലേ ഉള്ളത്, നമ്മൾ 3 പേരുടെ എങ്ങനെ അടിക്കോടെ എന്ന്. എന്നോട് ഒറ്റ ചവിട്ടാണ്ട് തന്നെ. വേണ്ട ഞാൻ പറഞ്ഞതൊന്നല്ല, മദ്യം കഴിക്കരുത്. ഇത് സർക്കാർ വാറ്റാണ്. മദ്യം വിഷാണ്, അത് കുടിക്കരുത്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ കരള് പോവും. കരള് സ്പോഞ്ച് പോലെയാണ്. അല്ല ശ്വാസകോശല്ലേ സ്പോഞ്ച് പോലെ. നീ മിണ്ടാതിരുന്ന അവിടെ പറഞ്ഞത് കേൾക്കണ്ടേ? എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് കഴിച്ചു. അഹങ്കാരി. എന്നാ അവൻ ഞാൻ പറഞ്ഞ ഉപദേശം കേട്ടു, അവന് മനസ്സിലായി. ഞാൻ കുടി നിർത്തി എന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? അതല്ല, അവൻ കുടിക്കില്ല എന്ന് അവന് മനസ്സിലായിന്ന്.
ആ ഞാനിത് പറഞ്ഞപ്പോ മദ്യം വിഷമാണ്, ഞാൻ ഇനി കുടിക്കില്ല എന്ന് അവന് മനസ്സിലായി. ഈ പോത്തിന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. അല്ലടാ മക്കളെ പ്രായമുള്ളവരല്ലേ, നീയും കൂടെ ചേർന്ന് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പോ ഞാനും പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ലോ. ചങ്കെടുത്ത് കാണിച്ചാലും നിങ്ങളൊക്കെ ചെമ്പരത്തി പോവാന്ന് പറയും. എത്ര പറഞ്ഞാലെങ്കിലും വിശ്വസിക്കില്ല. അച്ഛാ ഞാൻ പോലീസിന്റെ ഉള്ള മിഷൻ കൊണ്ടുപോവാ, ഞാൻ ഊതി കാണിച്ചു തരാം. നീ വിഷമിക്കണ്ട, ഇപ്പോഴാണ് എനിക്ക് കാര്യമൊക്കെ മനസ്സിലായത്. എൻ്റെ അമ്മാവൻ നല്ല പോലെ നിർബന്ധിച്ചു. വേണ്ടെന്ന് കേട്ടില്ല. അവൻ കേട്ടില്ല. ഞാൻ കണ്ട അനുസരിച്ച് കണ്ട പോട്ടടാ. എന്തിനടാ ഇങ്ങനെ ബാക്കിയുള്ളവർ കൂടെ പേര് ദോഷം ഉണ്ടാക്കാനായിട്ട്? നീ അകത്ത് കയറി ഉണ്ടണ്ട. ആ, ചേച്ചിയുടെ മകനും മരുവനും ഞാനെല്ലാം നാശാക്കിന്ന് ഉറപ്പല്ലേ? സത്യം. അങ്ങനെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കാം. ഇപ്പോഴെങ്കിലും ഞങ്ങൾ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടല്ല. ആ എടാ നില്ല്. പിന്നെ ഇവൻ ഒറ്റയ്ക്ക് കഴിക്കാനേ 3 ഗ്ലാസ് അവിടെ പറമ്പിലോട്ട് കൊണ്ടുപോയി. അത് പോയി എടുത്തോണ്ട് പോവാ. അല്ല നീ നോക്കണ്ട, നീയും കൂടെ പോയി എടുത്തോണ്ട് പോവാ. അവനവൻ കുരുക്കുന്ന കുരുകഴിച്ചെടുക്കുമ്പോ കുലുമാ, പരസ്പരം കുരുക്കുന്ന കുഴികളെ കുലുമാ. Versus Alien.